അസ്സലാമു അലൈക്കും അയ്യുഹൽ അഇസ്സാഇ കൈഫ ഹാലുക്കും കൈഫ ഹാലുക കൈഫ ഹാലുക്കി. ഡിയർ സ്റ്റുഡൻസ്, എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? സുഖം തന്നെയാണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം എന്തായിരുന്നു പറഞ്ഞിരുന്നത്? അൽ ഖിസ്സത്തുൽ ഖസീറ, അൽ ഖിസ്സ അൽ ഖസീറ, നമ്മൾ ചെറിയ ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ പഠിച്ചത്. എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ. എന്തായിരുന്നു ആ കഥ? ആദ്യം ആ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയായിരുന്നു? ക്യാരക്ടേഴ്സ് ആരൊക്കെയായിരുന്നു? അൽ ഫഅറു വൽ അസദു, ഒരു റാറ്റ് ആൻഡ് ലയൺ അല്ലേ, ഒരു സിംഹവും ഒരു എലിയുമായിരുന്നു അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ അല്ലേ. എന്തായിരുന്നു കഥ? എല്ലാവർക്കും അറിയാം അല്ലേ. അൽ അസദു വൽ ഫഅറു. അപ്പോൾ അസദ് ഒരു ദിവസം മരച്ചുവട്ടിൽ ഉറങ്ങുന്ന സമയത്ത് മരത്തിൻ്റെ മുകളിൽ നിന്ന്, ഷജറത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു ഫഅർ സഖത്ത അലൽ അസദി. സഖത്ത എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, വീണു അല്ലേ. അപ്പോൾ സിംഹം അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. അപ്പോൾ തന്നെ വെറുതെ വിടണമെന്ന് അപേക്ഷിച്ചു. വെറുതെ വിട്ടു അല്ലേ. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അൽ അസദു ഫി ഷബക്കത്ത്. ഷബക്കത്ത് എന്ന് വെച്ചാൽ എന്താ? വല, നെറ്റ് അല്ലേ. നെറ്റിൽ കുടുങ്ങി. അപ്പോൾ എലി അത് കണ്ട് വന്നു, ഇതിനെ വല കടിച്ചു മുറിച്ചിട്ട് രക്ഷപ്പെടുത്തി. അതാണ് നമ്മുടെ കഥ. നമ്മളൊരാളെ സഹായിച്ചാൽ എങ്ങനെയെങ്കിലും അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടും എന്നതാണ് ഈ ഒരു കഥയുടെ മോറൽ സൈഡ്. ഓക്കെ, ഇന്ന് നമ്മൾ അതിൻ്റെ കഴിഞ്ഞിട്ടുള്ള അതിന് ശേഷമുള്ളൊരു ആക്ടിവിറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ എക്സസൈസിൽ ഫസ്റ്റ് വൺ എന്താ നോക്കാം. ട്രാൻസ്ലേറ്റ് ദ ഫോളോയിങ് പ്രോവേർബ്സ്. ട്രാൻസ്ലേറ്റ് ദ ഫോളോയിങ് പ്രോവേർബ്സ് ഇൻ ടു അറബിക്. അത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ നോക്കാം നമുക്ക്. 5 ഉള്ളത് ടോട്ടൽ അല്ലേ. ഇത് ഞാനിപ്പോൾ നിങ്ങളോട് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ എഴുതുമോ? ക്ലാസ്സിൻ്റെ ഇടയിലായതുകൊണ്ട് എഴുതാൻ പ്രയാസം ഉണ്ടാവും. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു നോട്ട് ബുക്കും പേനയും എടുക്കുക. ഒരു എന്ന് പറഞ്ഞാൽ നമ്മളെ അറബീൻ്റെ നോട്ട് ബുക്കും പേനയും എല്ലാവരും എടുക്കുക. ഇപ്പോൾ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നോട്ട് ബുക്കും പേനയും എല്ലാവരും എടുക്കുക. ഓക്കെ ഓക്കെ, എടുത്തല്ലോ അല്ലേ. അതെടുത്തതിന് ശേഷമാണ് ഞാൻ പറയുന്നത് അതുപോലെ ചെയ്യണം കേട്ടല്ലോ. നമ്മളൊരു ക്ലാസ്സിലിരിക്കുന്നത് പോലെ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് വൺ, യൂണിറ്റി ഈസ് സ്ട്രെങ്ത് അല്ലേ. യൂണിറ്റി ഈസ് സ്ട്രെങ്ത്, അതിൻ്റെ മലയാളം ഐകമത്യം മഹാബലം എന്നാണ്. എന്നുവെച്ചാൽ ഐക്യമുള്ളിടത്ത് പവറും ഉണ്ടാവും അല്ലേ. എല്ലാവരും ഒരുമയോടെ നിൽക്കണം എന്നതാണ് പറയുന്നത്. യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. അത് നമ്മൾ അറബിയിലാക്കി എഴുതുകയാണ് വേണ്ടത്. അതിനുള്ള വേർഡ്സ് നിങ്ങൾക്കറിയോ? അറിയില്ല. ഞാൻ അതിൻ്റെ ഓരോ വേർഡ്സ് പറഞ്ഞുതരാം. അത് സെൻറ്റൻസ് ആക്കൽ നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ ഓക്കെ, ഇപ്പം ഞാൻ പറയുന്നത് ഒന്നൊന്ന് എഴുതിയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതിയേക്കുക. യൂണിറ്റി, യൂണിറ്റിൻ്റെ അറബി എന്താണ്? അൽ വഹ്ദത്തു. അത് എഴുതാം കേട്ടോ. യൂണിറ്റി അൽ വഹ്ദ എന്ന് എഴുതാം. സ്ട്രെങ്ത്ത് അൽ ഖുവ്വത്ത് എന്ന് എഴുതുക. അൽ ഖുവ്വത്ത്, പുള്ളിയുള്ള കാഫ് കേട്ടോ. അൽ ഖുവ്വത്ത്. ഓക്കെ, ഇനി സെക്കൻഡ് ഇത് എഴുതണം കേട്ടോ നിങ്ങൾ. പ്രിവെൻഷൻ. പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ്. എന്നുവെച്ചാൽ രോഗം വരാതെ പ്രതിരോധിക്കുകയാണ് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് എന്നർത്ഥം അല്ലേ. പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എഴുതുക വിഖായത്ത്. വാവ്, ഖാഫ്, അലിഫ്, യാ, ത. വിഖായത്ത്. പിന്നെ ക്യൂറിൻ്റെ അറബി എന്ന് പറഞ്ഞാൽ ഇലാജ്. ഐന്, ലാമ്, അലിഫ്, ജീം. ഇലാജ്, ഇലാജ് ഐനാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എഴുതുക ടൈം ഈസ് മണി. ടൈമിൻ്റെ എന്താണ് അറിയാലോ? അസ്സാഅത്ത്. സാഅത്താണ് ടൈം. മണി എന്നതിന് മാലുൻ എന്ന് ഉപയോഗിക്കാം. മാലുൻ. ഓക്കെ, എഴുതിയല്ലോ. അത് ഈ സെൻറ്റൻസിൻ്റെ മുഴുവനായിട്ടുള്ള മീനിങ് അല്ലട്ടോ ഞാൻ പറയുന്നത്. ഇതിൽ ഓരോ വേർഡിൻ്റെയും മീനിങ് ആണ് പറയുന്നത്. ഓക്കെ, ഫോർത്ത് വൺ, ലേസിനെസ്. ലേസിനെസ്, ഈ ലേസിനെസ് ഈസ് കീ ടു പോവേർട്ടി.
മടി എന്നത് എന്തിലേക്ക് നയിക്കും? ദാരിദ്ര്യത്തിലേക്ക് നയിക്കും എന്നാണ് എൻ്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ലേസിനെസ് എന്നതിന് അറബിയിൽ പറയുന്ന പേരാണ് അൽ കസ്ലു. അൽ കസ്ലു, കാഫ് സീന് ലാം, കസ്ല്. കീ എന്നതിൻ്റെ ഇംഗ്ലീഷ് അറബി നിങ്ങൾക്ക് അറിയാം അല്ലേ? പോവേർട്ടിക്ക് ഫഖർ എന്നാണ് പറയുക. ഫ കാഫ് റ അല്ലേ? ഫ കഴിഞ്ഞിട്ട് 2 പുള്ളിയുള്ള കാഫ് റ, അതാണ് എഴുതേണ്ടത്. ഓക്കെ, ലാസ്റ്റ് വൺ, ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഇൻ നോട്ട് ഗോൾഡ് അല്ലേ? മിന്നുന്നതെല്ലാം പൊന്നല്ല ഇന്ന് മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അത് ഓൾ എന്ന് പറഞ്ഞാൽ കുല്ലുൻ, കാഫ് ലാം അല്ലേ? ലമഅ യൽമഉ അല്ല, എഴുതുക യൽമഉ എന്ന് പറഞ്ഞാൽ തിളങ്ങുന്നത് അല്ലേ? തിളങ്ങുക എന്നർത്ഥം. ഗോൾഡിന് ദഹബുൻ എന്നാണ് പറയുക. എന്താണ്? ദഹബുൻ. ഇതൊക്കെ നിങ്ങൾ ഓരോ വേർഡ് മീനിങ് ആയിട്ട് എഴുതി വെച്ചല്ലോ അല്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ പോസ് ചെയ്തോടെ വെക്കുക. ഓക്കെ, ഇന്ന് ഹോംവർക്ക് നിങ്ങൾക്കില്ല, ഇപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ ചെയ്യുന്ന വർക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്യാം. റെഡി അല്ലേ? എന്നിട്ട് പോസ് ചെയ്ത് വെച്ചിട്ട് ഇതൊക്കെ നിങ്ങൾ സെൻറ്റൻസ് ആക്കി എഴുതാൻ നോക്കുക. അപ്പോൾ യൂണിറ്റിൻ്റെ അറബി നിങ്ങൾ എഴുതിയിട്ടുണ്ട്, സ്ട്രെങ്ത്തിൻ്റെ അറബി നിങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലേ? രണ്ടും എഴുതിയല്ലോ. ഇനി യൂണിറ്റി ഈ സ്ട്രെങ്ത് അതാക്കി എഴുതി. നിങ്ങൾ കഴിയുന്ന രൂപത്തിൽ എഴുതിയാൽ മതി കേട്ടല്ലോ. തെറ്റിയാൽ പ്രശ്നമല്ല. നിങ്ങൾ സെൻറ്റൻസ് ആക്കി എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് സെൻറ്റൻസ് ആക്കി എഴുതാം. പ്രിവെൻഷൻ്റെ ഇംഗ്ലീഷ് ഇത് കിട്ടി നിങ്ങൾക്ക്, ക്യൂറിൻ്റെ ഇംഗ്ലീഷ് കിട്ടി, ഇംഗ്ലീഷല്ല അറബി, അതൊക്കെ സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതാം. അതിനുള്ള സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക്. നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് അത് ചെയ്യാം. അത് ചെയ്യാതെ ഒരിക്കലും ഈ വീഡിയോയുടെ ബാക്കി കാണാൻ പാടില്ല കേട്ടല്ലോ. ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ട് സെൻഡ് ചെയ്യിപ്പിക്കുന്ന ഭാഗം ഇപ്പം നിങ്ങൾ എഴുതിയ വേർഡ് മീനിങ്ങും ഇനി നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ പോകുന്ന സെൻറ്റൻസിൻ്റെ മീനിങ്ങുമാണ് നിങ്ങൾ എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എല്ലാവരും എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ഇനിയുള്ള ബാക്കി ഭാഗം നിങ്ങൾ കേൾക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എഴുതി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു, സെൻറ്റൻസ് ആയിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇനി അതിൻ്റെ ഒറിജിനൽ, അതായത് യൂണിറ്റി ഈസ് സ്ട്രെങ്ത്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, ടൈം ഈസ് മണി, ലേസിനെസ് ഈസ് കീ ടു പോവേർട്ടി, ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഇൻ നോട്ട് ഗോൾഡ്, ഇതിൻ്റെ ഒക്കെ അറബിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. നിങ്ങൾ എഴുതി ശരിയാണോ എന്ന് നോക്കട്ടോ. നിങ്ങളിപ്പോൾ എഴുതിയിട്ടുണ്ടല്ലോ, ശരിയാണോ എന്ന് നോക്കുക. ശരിയല്ലെങ്കിൽ അത് അതിൻ്റെ താഴെ ഇത് എഴുതി വെക്കുക. വെട്ടരുത്. നിങ്ങൾ ആദ്യം എഴുതിയത് ഒരിക്കലും വെട്ടിക്കളയരുത്, തെറ്റിട്ടിട്ട് എഴുതരുത്. അതവിടെ തന്നെ വെച്ചിട്ട് ഒറിജിനൽ അതിൻ്റെ ചുവട്ടിൽ എഴുതുക. അൽ വഹ്ദതു ഖുവ്വത്തുൻ, അൽ വഹ്ദതു ഖുവ്വത്തുൻ. ഓക്കെ, അൽ വഹ്ദതു ഖുവ്വത്തുൻ, യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. സെക്കൻഡ് വൺ എന്തായിരുന്നു? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലേ? അൽ വിഖായത്തു ഖൈറും മിനൽ ഇലാജ്, അൽ വിഖായത്തു ഖൈറും മിനൽ ഇലാജ്. വിഖായത്ത് പ്രിവെൻഷൻ അല്ലേ? ഖൈറും മിനൽ ഇലാജ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് വൺ പറഞ്ഞിരുന്നു അൽ വഹ്ദത്തു ഖുവ്വത്തുൻ അല്ലേ? എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഭയങ്കര ശക്തിയായിരിക്കും. ഒത്തുപിടിച്ചാൽ മലയും പോലും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എല്ലാവരും ഒരുമിച്ച് നിന്നാൽ നല്ല പവറായിരിക്കും അല്ലേ? നിങ്ങൾ ഉറുമ്പുകളൊക്കെ പല വസ്തുക്കളും കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് അവർ കഴിക്കും. ഒരു ഉറുമ്പ് ഒരു സാധനം മാത്രം, ഒരു ഭക്ഷണ സാധനം മാത്രം, നമ്മളെ കയ്യിൽ നിന്ന് ഒരു ഭക്ഷണ സാധനം എന്തെങ്കിലും നിലത്തേക്ക് ചാടിയാൽ, ബേക്കറി എന്തെങ്കിലും നിലത്തേക്ക് ചാടിയാൽ ഉറുമ്പുകൾ വന്ന് കഴിക്കാൻ പറ്റില്ലേ? യെസ്, അത് കുറേ ഉറുമ്പുകൾ ചേർന്നത് അത് വഹിച്ചുകൊണ്ട് ഇങ്ങനെ പോകും. ഒരു ഉറുമ്പ് മാത്രം അത് ഉന്തി തള്ളാൻ നോക്കിയാൽ നീങ്ങൂല. അതുകൊണ്ട് എന്ത് ചെയ്യും? മറ്റു ഉറുമ്പുകളൊക്കെ കൂടി വന്നിട്ട് അതെങ്ങനെയെങ്കിലും അവരുടെ താവളത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് അത് കൊണ്ടുപോകാൻ കഴിഞ്ഞത് അല്ലേ? അതേപോലെ ആണ് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നല്ല പവറായിരിക്കും. എല്ലാ കാര്യത്തിനും അങ്ങനെ തന്നെയാണ്. ഓക്കെ, സെക്കൻഡ് വൺ അൽ വിഖായത്തു ഖൈറും മിനൽ ഇലാജ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? രോഗമില്ലാതെ നോക്കലാണ് അല്ലേ?
എല്ലാവരും മഴ കൊള്ളും, ചില കുട്ടികൾ മഴ കൊള്ളും അല്ലേ. അപ്പോൾ മോര് പറയും മോനെ മഴ കൊള്ളല്ലേ, മോളെ മഴ കൊള്ളല്ലേ, പനി പിടിക്കും അല്ലേ. അപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് പനി പിടിച്ചാൽ എന്താ ഗുളിക കഴിച്ചാൽ പോരെ, ടാബ്ലറ്റ് കഴിച്ചാൽ പോരെ, മരുന്ന് കഴിച്ചാൽ പോരെ, പനി മാറൂലേ എന്നാണ് അല്ലേ. പനി വന്നിട്ട് ടാബ്ലറ്റ് കഴിച്ച് പനി മാറുന്നതിനേക്കാൾ നല്ലത് എന്താണ്, പനി വരാതെ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, യെസ്, ഞാനൊരു ചെറിയ എക്സാമ്പിൾ മാത്രമാണ് ഇതിൻ്റെ പറഞ്ഞത്. ഓക്കെ, നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ, ടൈം ഈസ് മണി. സമയമാണ് പണം അല്ലേ. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് പണമല്ല, പിന്നെന്താണ്, സമയമാണെന്നാണ് അല്ലേ. സമയം വെറുതെ ചിലവഴിച്ച് കളയരുത്, അത്യാവശ്യ കാര്യത്തിനല്ലാതെ സമയം കളയാൻ പാടില്ല എന്നുള്ളതാണ് അല്ലേ. യെസ്, അൽ വഖ്തു മാലുൻ. സമയം ധനമാണ്, സമയം പണമാണ് എന്നത്. പണമാണെന്ന് പറഞ്ഞാൽ സമയം പണം രണ്ടും ഒരുമിച്ച് ചേർക്കേണ്ട നിങ്ങൾ. സമയം എന്നത് ഏറ്റവും വിലപിടിപ്പുള്ള സംഭവമാണ് എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോവർബ് മാത്രമാണിത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ലേസിനെസ് ഈസ് കീ ഓഫ് പോവേർട്ടി അല്ലേ. അൽ കസ്ലു ലേസിനെസ്, കസ്ല് മിഫ്താഹ് കീ, ഫഖർ. ഫഖർ എന്ന് വെച്ചാൽ യെസ് പോവേർട്ടി. അൽ കസ്ലു മിഫ്താഹുൽ ഫഖർ. മടി എന്ന് പറഞ്ഞത് ദാരിദ്ര്യത്തിൻ്റെ താക്കോലാണ്. എന്ന് പറഞ്ഞാൽ എന്താ, മടി പിടിച്ചിരുന്നാൽ ഒരിക്കലും ഒരു സമ്പത്തും ഇല്ലാത്തവനായി മാറും അല്ലേ. ജോലി ചെയ്താലല്ലേ സമ്പത്ത് കിട്ടുള്ളൂ. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഉപ്പയും ഉമ്മയും ഉണ്ട്, ആരെങ്കിലും ഒരാൾ ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കും. ഉപ്പ ജോലിക്ക് പോകുന്ന ആളുകൾ, ഉപ്പ വിചാരിക്കുകയാണ് ഞാൻ ജോലിക്കൊന്നും പോകണ്ട, എനിക്ക് ഭയങ്കര മടി എന്ന് പറഞ്ഞ് ജോലിക്ക് പോകാതെ എന്നും വീട്ടിൽ കുത്തിയിരുന്നാൽ എന്താ ഉണ്ടാവുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പണം കിട്ടുമോ? പണം കിട്ടില്ല. പണം കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പുസ്തകങ്ങൾ വാങ്ങാൻ പൈസ ഉണ്ടാവില്ല, ഡ്രസ്സ് വാങ്ങാൻ പൈസ ഉണ്ടാവില്ല, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പൈസ ഉണ്ടാവില്ല അല്ലേ. വീട്ടിലെന്തെങ്കിലും സാധനങ്ങൾ പുതിയ ഉണ്ടാക്കാൻ വേണ്ടി പൈസ ഉണ്ടാവില്ല. അങ്ങനെ ഒന്നിനും പണം ഉണ്ടാവില്ല വീട്ടിൽ അല്ലേ. നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങിത്തരാൻ പൈസ ഉണ്ടാവില്ല, സ്കൂളിൽ ഫീ അടക്കാൻ പൈസ ഉണ്ടാവില്ല. അങ്ങനെ എല്ലാം പൈസ ഇല്ലാത്തവരായി മാറി അവസാനം അവനൊരു ഫക്കീറായി മാറും, എന്നുവെച്ചാൽ ദരിദ്രനായി മാറും എന്നർത്ഥം അല്ലേ. മടി പിടിച്ചിരുന്നാൽ അവൻ ആരായി മാറും, ദരിദ്രനായി മാറും, ഫക്കീറായി മാറും എന്ന് കാണിക്കാനുള്ള ഒരു പ്രോവർബാണത്. ഓക്കെ, ലാസ്റ്റ് വൺ അല്ലേ. കുല്ലു മാ യൽമഉ ലൈസ ദഹബു എന്നാണ് പറയാം അല്ലേ. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഇൻ നോട്ട് ഗോൾഡ്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നാണ് നമ്മൾ അതിന് മലയാളത്തിൽ പറയുന്ന വാക്ക് അല്ലേ. കുല്ലു മാ യൽമഉ, തിളങ്ങുന്ന വസ്തുക്കളെല്ലാം അല്ലേ. യൽമഉ പറഞ്ഞാൽ തിളങ്ങുക, ലൈസ ദഹബ് സ്വർണ്ണമല്ല അല്ലേ. അപ്പം സ്വർണം തിളങ്ങൂലേ അല്ലേ, പൊന്ന് എന്ന സാധനം തിളങ്ങും. അത് എന്ന് വെച്ച് തിളങ്ങുന്ന എല്ലാ സാധനങ്ങളും ഗോൾഡാണോ? അല്ല അല്ലേ. നമ്മളെ ഡയറി മിൽക്ക് കണ്ടില്ലേ ഞങ്ങൾ, വലിയ ഡയറി മിൽക്കിൻ്റെ പാക്കറ്റ് അല്ലേ. ആ പാക്കറ്റ് എന്താണ്, ഒരു പർപ്പിൾ കളറിലുണ്ടാവുക, വയലറ്റ് കളറിലുണ്ടാവുക അല്ലേ. അതിൻ്റെ ഉള്ളിലൊരു കടലാസ് ഉണ്ടാവും, ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങൾ? ആ കടലാസിൻ്റെ നിറം എന്താ? ഒരു ഗോൾഡൻ കളറല്ലേ അല്ലേ, ചിലപ്പോൾ സിൽവർ കളറായിരിക്കും. അതും ഏകദേശം ഗോൾഡിൻ്റെ കളറായി തോന്നും, പക്ഷെ അത് ഗോൾഡാണോ? അല്ല. ഗോൾഡാണോ? അല്ല. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. തിളങ്ങുന്ന സാധനമാണ്, പക്ഷെ എന്തല്ല, ഗോൾഡല്ല. അത് ഞങ്ങളെ അറിയിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. യഥാർത്ഥത്തിൽ അതിൻ്റെ ഉദ്ദേശം അതല്ല. നമ്മൾ ഒരു വസ്തു കണ്ടിട്ട് അത് ഉഷാറാണല്ലോ എന്ന് പറഞ്ഞിട്ട് പോയാൽ അത് ചിലപ്പം എന്താവില്ല, ആ തിളക്കം മാത്രമേ അതിനുണ്ടാവുള്ളൂ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളിപ്പോൾ പുതിയൊരു സ്കൂളിലേക്ക് മാറി. അപ്പോൾ ആ സ്കൂളിൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി നല്ല ഫ്രണ്ട്ലിയാണ്, നിങ്ങളോടൊപ്പം നിൽക്കും, എപ്പോഴും നിങ്ങളെ കൊണ്ട് നടക്കുന്നു. അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് പൈസ തരും, നിങ്ങൾക്ക് മിഠായി വാങ്ങിത്തരും, സ്വീറ്റ്സ് വാങ്ങിത്തരും, അങ്ങനെ പല സാധനങ്ങളും നിങ്ങൾക്ക് തരും അല്ലേ. അപ്പം നിങ്ങൾ വിചാരിക്കും, നമ്മൾ വിചാരിക്കും എന്താ നല്ല ഫ്രണ്ട് കേട്ടോ, എനിക്ക് പറ്റിയ കൂട്ടുകാരൻ ഇവനാണ്
അല്ലെങ്കിൽ എനിക്ക് ഒറ്റ കൂട്ടുകാരി ഇവളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവളോടൊപ്പം അല്ലെങ്കിൽ അവനോടൊപ്പം ഫ്രണ്ടായിട്ട് നടക്കുന്ന സമയത്താണ് നമ്മളറിയുക ഈ കുട്ടി ഉപ്പയുടെയും ഉമ്മയുടെയും പൈസ കൊണ്ടുവന്നിട്ടാണ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങി തന്നിരുന്നത്. ഉപ്പ കാണാതെ ഉമ്മ കാണാതെ പണം കൊണ്ടുവന്നിട്ടാണ് ഈ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങി തന്നത് എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് ഈ ഫ്രണ്ട് നല്ല ഫ്രണ്ടല്ല, ഇത് മോശമാണ് അല്ലേ. നമ്മളാദ്യം ഇവൻ്റെ സ്വഭാവങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ എന്താ വിചാരിച്ചത്, നല്ല ഫ്രണ്ടാണല്ലോ എന്ന് അല്ലേ. അപ്പോൾ ആ തിളക്കം കണ്ടിട്ട് നമ്മൾ ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ല അല്ലേ. അപ്പം ഒരു സംഗതി മിന്നുന്നത് കണ്ടിട്ട് ഇത് സ്വർണ്ണമാണ്, തിളങ്ങുന്നത് കണ്ടിട്ട് ഇത് സ്വർണ്ണമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും വർക്കുകളാണ് നമ്മളിപ്പോൾ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, നോട്ട്ബുക്കിൽ എഴുതിയതിന് പുറമെ ഇപ്പോൾ ഞാൻ ശരിയാക്കി തന്ന ഭാഗങ്ങളുണ്ടല്ലോ അതുകൂടി ഇതിൻ്റെ ചുവട്ടിൽ എഴുതി ചേർക്കുക. ടെക്സ്റ്റിൽ എഴുതേണ്ടത് ഒറിജിനൽ സംഭവമാണ്. അപ്പോൾ നിങ്ങൾ എനിക്ക് അയച്ചു തരേണ്ടത് 3 സംഭവങ്ങളാണ്. എഴുതിയത് ഒന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഓരോ വേർഡ് മീനിങ്, പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയ ഈ 5 പ്രോവർബിൻ്റെയും മീനിങ്, പിന്നെ ടെക്സ്റ്റിൽ നിങ്ങൾ എഴുതിയ ഞാൻ പറഞ്ഞ സാധനം നോക്കി എഴുതിയ കാര്യങ്ങൾ. ആ 3 എണ്ണമാണ് നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടത്. മറക്കാതെ സെൻഡ് ചെയ്യുക. 4th സ്റ്റാൻഡേർഡിലെ കുട്ടികൾ ചില സമയങ്ങളിലെങ്കിലും അയച്ചു തരാൻ മടി കാണിക്കാറുണ്ട്. അത് ഇപ്രാവശ്യം ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും എഴുതിയിട്ട് സെൻഡ് ചെയ്യുക. കേട്ടല്ലോ, ഒരു പ്രയാസമില്ല കാര്യമില്ല അല്ലേ. തെറ്റിയാൽ കുഴപ്പമില്ല, അല്ലാത്ത കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നോക്കി എഴുതിയാൽ മാത്രം മതി അവസാനത്തത്. ഓക്കെ, റെഡിയല്ലേ? അപ്പോൾ എല്ലാവരും നന്നായിട്ട് എഴുതി തരും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.